അതിൽ നിന്ന് ഇതെടുക്കും, അത് വായിക്കൂ. കടലിൽ പോയി വരുമ്പോൾ പരൽ മീനുകളെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു കൊച്ചു മുതലാളി ആദ്യം എന്നെ പറ്റിച്ചു. രണ്ടാമത് പോയപ്പോൾ വരാലിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. വീണ്ടും എന്നെ പറ്റിച്ചു. അങ്ങനെ പറ്റിച്ച് അവസാനം കൊണ്ടുവന്നതോ വല നിറയെ മാങ്ങാണ്ടികൾ. ഇത് ഇങ്ങനെ എടുത്തു. ഇത് ആരെ കൊണ്ട് പറയിപ്പിക്കാനാണ് അനുമോൾക്ക് തോന്നുന്നത്? അനുമോളാണ് ഇന്ന് ഇതിന്റെ ഒരു ആര്യനെ കൊണ്ടൊന്ന് പറയിപ്പിച്ചാലോ? ആര്യൻ ഷെമീൻ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? ഷെമീൻ സിനിമ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. ചെമ്മീൻ കഴിക്കാറുണ്ട്, അതിലെ മത്തി എല്ലാം കഴിച്ചിട്ടുണ്ട്. അല്ല, ഷെമീൻ മാങ്ങയിട്ട് കഴിച്ചിട്ടുണ്ടോ? ഇല്ല ഞാൻ വായിക്കണോ? അനുമോളൊന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. കറുത്തമ്മ പറയുന്ന പോലെ. കടലിൽ പോയി വരുമ്പോൾ പരൽമീനുകളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. കടലിൽ പോയി വരുമ്പോൾ പറയല്ല, കടലിൽ പോയി വരുമ്പോൾ പരമീനുകളെ കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞു. കടലിൽ പോയി വരുമ്പോൾ പരമമീനുകളെയാണ് കൊണ്ടുവരുമാനം. അങ്ങനെയല്ല, കടലിൽ പോയി വരുമ്പോൾ പരമീനുകളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കൊച്ചു മുതലാളി ആദ്യം എന്നെ പറ്റിച്ചു. പറഞ്ഞ എന്റെ അമ്മേ, അയ്യോ കൊച്ചു മുതലാളി കടലിൽ പോയി വരുമ്പോൾ പരമീനുകളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോഴല്ലേ എന്ന് പറഞ്ഞു കൊച്ചു മുതലാളി എന്നെ പറ്റിച്ചു. രണ്ടാമത് പോയപ്പോൾ പരലിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പറ്റിച്ചു. രണ്ടാമത് പോയപ്പോൾ വരാലിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു. അങ്ങനെ പറ്റിച്ച് അവസാനം കൊണ്ടുവന്നതോ വല നിറയെ മാങ്ങാണ്ടികൾ. എനിക്ക് വളരെ നന്നായി. ഇത് ഇഷ്ടേക്കാളും നന്നായിട്ട് ചെയ്തല്ലേ അനുമോൾ? ഇന്ന് ഇതാണ് ചെയ്യുന്നത്. വായിക്കൂ. ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഒന്നുകൂടെ ഒന്ന് ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേ? ഏത് സിനിമയിലെയാണ്? മണിച്ചിത്രത്താഴിലെ ഡയലോഗ്. ഇത് ആരെ കൊണ്ട് പറയിപ്പിക്കാനാണ് തോന്നുന്നത്? നമ്മുടെ ഷാനവാസിക്ക ഈ ഡയലോഗ്. ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഒന്നുകൂടെ ഒന്ന് ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേ? സോറി. പക്ഷെ അത് ഞാൻ വിചാരിച്ചു നിങ്ങളത് ഞാനൊരു ജനൽ കമ്പിയിൽ ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നതാണ് വിചാരിച്ചത്. ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാല് ഒന്നുകൂടെ ഒന്ന് ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് ഇങ്ങനെയാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്.